അതേ രീതിയിൽ തന്നെ കേരളത്തിലെ എല്ലാ പാർട്ടികളും തമ്മിലുള്ള വാക്പോരും പോരാട്ടവും എല്ലാം തുടരുകയാണ്. നമ്മൾ വിചാരിച്ച് സാധാരണഗതിയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു നിശബ്ദം ഉണ്ടാവേണ്ടതാണ്. ഇനി എന്തായാലും ഫലം വരട്ടെ, അത്രയും കാലത്തേക്കെങ്കിലും ഉണ്ടാവേണ്ടതാണ്. ഇത് അതില്ല. ഇപ്പോൾ എന്തായിരുന്നു അതിനു മുമ്പ് ഉണ്ടായിരുന്നു അതേ രീതിയിൽ തന്നെ തുടരുകയാണ്. ഏറ്റവും നിലയ്ക്ക് വന്നാൽ കോഴിക്കോട് പനങ്ങാട് പഞ്ചായത്തിൽ കോട്ടക്കുന്ന് പള്ളി കോളനിയിൽ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ലഭിച്ച വീട് നിർമ്മാണം 2 വർഷമായി പാതി വഴിയിൽ. മലമുകളിലെ 3 ആദിവാസി കുടുംബങ്ങളാണ് സുരക്ഷിതമില്ലാത്ത വീടുകളിൽ ദുരിതം അനുഭവിക്കുന്നത്. ശുദ്ധജലം കിട്ടണമെങ്കിൽ 2 കിലോമീറ്റർ മല ഇറങ്ങണം ഇവിടുത്തുകാർക്ക്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പനങ്ങാട് പഞ്ചായത്തിലെ കോട്ടക്കുന്ന് ആദിവാസി കോളനിയാണിത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ 2 വർഷം മുമ്പ് നിർമ്മിച്ചതാണ് വീടുകൾ. കെട്ടിപ്പൊക്കി മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്തതല്ലാതെ തുടർ പ്രവൃത്തി നടന്നില്ല. ജനലും വാതിലുമില്ല, ചുവരും നിലവുമൊക്കെ അതേപടി. ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാണ്. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ദുരിതത്തിലാണ്. കഷ്ടപ്പാടാണോ? പിന്നെ കഷ്ടപ്പാടല്ലോ, വാതിലൊന്നും വെച്ചന്നില്ലല്ലോ. അതിൽ വെച്ചൊന്നില്ലേ? എവിടെ തണുപ്പൊക്കെ ഉണ്ടോ? മഴക്കാലത്തൊക്കെ? പിന്നെ തണുപ്പില്ലണ്ടോ, കാറ്റും തണുപ്പും. ഈ മറച്ചതൊക്കെയോ നിങ്ങൾ മറച്ചതാ? ഇതൊക്കെ ഞങ്ങള് പിന്നെ ഓല കൊണ്ടല്ലേ എന്ത് ചെയ്യാൻ, അമ്മമാരൊക്കെ ഉണ്ട് ഓല കൊണ്ട്. ഞങ്ങള് സ്കൂളിന്റെ മേലൊക്കെ കയറി കുത്തിരിക്കുന്നത്. കസാര ഉണ്ടല്ലോ, അതിന്റെ മേലെ സാരി വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കുത്തിരിക്കും. ഇന്നലൊക്കെ ഭയങ്കര ഇടിയായിരുന്നു. ഇടിയെ പേടിച്ച് ഞങ്ങളിന്ന് രാവിലെ പോയിട്ട് കുറച്ച് ഓല വെട്ടി കൊണ്ട് വന്നിട്ട് മറിച്ചിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. റോഡ് സൗകര്യമില്ലാത്തതിനാൽ സാമഗ്രികൾ കൊണ്ടുവരാനാകാത്തതാണ് നിർമ്മാണം പൂർത്തിയാകാൻ കഴിയാത്തതിന് കാരണമായി വീട് നിർമ്മാണ കമ്മിറ്റി അംഗം വിശദീകരിക്കുന്നത്. റോഡ് തൊഴിലുറപ്പില് ചെയ്തിട്ട് അപ്പൊ അതുവരെയുള്ള സാധനത്തെ പ്രകൃതിക്ഷോഭം എല്ലാം കൂടി കാരണം റോഡ് പൊട്ടിപ്പൊളിച്ച് പോകുമ്പോ നന്നാക്കിയിട്ടാണ് എല്ലാ സാധനവും താഴെ അടിച്ച് ഉള്ളോട് 100 അടി വന്നാല് താഴെ മെയിൻ റോഡില്. അപ്പൊ അതുപോലെ അപ്പൊ അങ്ങനെ വരുമ്പോ വലിയ പൈസ ആ പൈസക്ക് തീർക്കാൻ കഴിയില്ല. ലൈഫ് പദ്ധതിയിൽ നിന്ന് 6 ലക്ഷം രൂപയാണ് ഓരോ വീടിനും അനുവദിച്ചത്. 4 ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട്. വൈദ്യുതി കണക്ഷൻ ഉണ്ടെങ്കിലും വയറിംഗ് ചെയ്തിട്ടില്ല. 2 കിലോമീറ്റർ മലയിറങ്ങിയാലേ ആദിവാസി കുടുംബങ്ങൾക്ക് ശുദ്ധജലം കിട്ടുകയുള്ളൂ. വീടുണ്ടോ എന്നാണെങ്കിൽ വീടുണ്ട്. മലമുകളിലെ പണിയർക്ക് വീട് അത്രയൊക്കെ മതി എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഇവിടെ വരുന്നവർക്ക് ആർക്കും അങ്ങനെയാണ് തോന്നുക. അത്രത്തോളം ദുരിതപൂർണമാണ് ഇവിടുത്തെ ആദിവാസി ജീവിതങ്ങൾ. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. നമ്മൾ ഒരുപാട് പുരോഗമിച്ചും എല്ലാം മാറ്റം ഉണ്ടാകുന്നെല്ലാം പറയുമ്പോഴും ഇപ്പോഴും ആദിവാസി വിഭാഗങ്ങളോട് എപ്പോഴും അധികാരികൾ സ്വീകരിക്കുന്ന സമീപനം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതിൽ കാര്യമായ മാറ്റം വന്നിട്ടില്ല. അവർക്കും മറ്റെല്ലാ ജനങ്ങളെയും പോലെ അവകാശവും എല്ലാ രീതിയിലും ജീവിക്കേണ്ടവരാണ്. പക്ഷേ അവിടെ എല്ലാം വരുമ്പോൾ മറ്റ് ഒരു സ്ഥലത്തായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്നേ വലിയ പ്രക്ഷോഭം വന്നേനെ, അത് വലിയ വാർത്തയായേനെ, അത് സ്വാഭാവികമായി അതിൽ ഇടപെടലുകളും വന്നേനെ. പക്ഷേ ഇത് ഈ ഒരു വിഭാഗത്തിൻ്റെ കാര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു, മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പക്ഷേ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അപാകതകൾ ഒരുപാടുണ്ട് എന്നാണ് ഈ വാർത്ത വ്യക്തമാക്കുന്നത്. മറ്റൊരു കാഴ്ചയിലേക്ക് വരുന്നു. മുസ്ലിം പള്ളിയും ക്ഷേത്രവും തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെ കഥ പറയുകയാണ് കോഴിക്കോട്